സോ ഹലോ. അപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് UPSC-യിൽ വരും, നമുക്കത് ഫാക്ച്വലി ആണെന്ന് വിചാരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സാമിനേഷൻ ടെൻഡൻസി എന്തായിരിക്കും, ജസ്റ്റ് സ്കിപ്പ് ചെയ്യാനായിരിക്കും. പക്ഷേ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ ചില ഹിൻസ് കാണും. അത് നമ്മൾ എക്സാമിനേഷൻ എൻവയോൺമെന്റിലെ സ്ട്രെസ് കൊണ്ടോ ടെൻഷൻ കൊണ്ടോ നമ്മൾ ചിലപ്പോൾ അത് കാണാതെ പോകും. സോ ഈ ഒരു സെഷനിൽ ഞാൻ പറയുന്ന ലോജിക്കൽ സോൾവിംഗ് ആണ്. ലോജിക്കൽ സോൾവിംഗ് ഇസ് മോർ അബൌട്ട് ആ ഒരു എക്സാമിനേഷൻ ടൈമിൽ നമ്മൾ മൈൻഡ് എത്രമാത്രം അറ്റൻറ്റീവ് ആണ്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റഡി മെത്തേഡ് എങ്ങനെയാണ്, ഇതിന്റെ ബേസിസിലാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ലോജിക്കലി സോൾവ് ചെയ്യാന്നുള്ളത് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം, എങ്ങനെ എക്സാമിനേഷൻ ടൈമിൽ വിത്തൗട്ട് എനി നോളജ് നമുക്കത് എങ്ങനെ അത് കണക്ട് ചെയ്യാന്നുള്ളത്. നാം കോമൺ സെൻസിക്കലി ചിന്തിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസിന്റെ കണക്ഷൻസ് നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എത്തിക്സ് കമ്മിറ്റി ഓഫ് ലോക്സഭ ആർ കറക്റ്റ്? ലോക്സഭയുടെ എത്തിക്സ് കമ്മിറ്റിയെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇപ്പൊ എനിക്ക് ഈ ഒരു ക്വസ്റ്റിനെ പറ്റി ഒരു നോളജ് ഉള്ള, ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കാണുന്നതെന്ന് വെച്ചോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇനിഷ്യലി ഇറ്റ് വാസ് എൻ അഡ്ഹോക് കമ്മിറ്റി. അഡ്ഹോക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ടെമ്പററി കമ്മിറ്റിയാണ്. മേ ബി നമുക്കത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിനേഷനിൽ ഒന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ടെൻഡൻസി എന്തായിരിക്കും, ഓക്കെ ലീവ് ഇറ്റ്, ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. എത്തിക്സ് കമ്മിറ്റി, ഇപ്പൊ എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ആക്ച്വലി ഇവോൾവിംഗ് ആണ്. അപ്പൊ UPSC-യിൽ തന്നെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ പിന്നീട് ആഡ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്തിക്സ് മോസ്റ്റ് പ്രോബബ്ലി ടെമ്പററി ആയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നീട് പെർമനന്റ് ആക്കേണ്ട ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഇതൊരു പോസിബിലിറ്റി ആണ്, നമുക്ക് ഉറപ്പില്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വെച്ചേക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. Only a member of Lok Sabha can make a complaint about unethical conduct of a member of Lok Sabha. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, ലോക്സഭയിൽ ഒരു മെമ്പറിന് മാത്രമേ ആ ലോക്സഭയിൽ ഒരു അൺഎത്തിക്കൽ കണ്ടക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യാവുള്ളൂ. ഈ എത്തിക്സ് കമ്മിറ്റി എന്തിനാണ് വന്നിട്ടുള്ളത്, അക്കൗണ്ടബിലിറ്റി മെക്കാനിസം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ഈ ലോക്സഭയിലെ മെമ്പേഴ്സിന് മാത്രമേ അവർക്കെതിരെ പറയാവുള്ളൂ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി അതിന്റെ പർപ്പസിനെ തന്നെ കുറച്ച് കുറയ്ക്കുന്നതാണ്, അക്കൗണ്ടബിലിറ്റി മെക്കാനിസത്തെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ആക്ച്വലി കുറച്ച് നമുക്ക് ലോജിക്കലി ആലോചിക്കുമ്പോൾ അത് ശരിയല്ലാന്ന് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം. ലോക്സഭയിൽ മേ ബി ചിലപ്പോൾ സിംഗിൾ പാർട്ടി മെജോറിറ്റി വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെയും ഒരു അക്കൗണ്ടബിലിറ്റി ഇഷ്യൂ നമുക്ക് വരുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മോസ്റ്റ് പ്രോബബ്ലി തെറ്റാനാണ് സാധ്യത. ബട്ട് സ്റ്റിൽ നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ദിസ് കമ്മിറ്റി കനോട്ട് ടേക്ക് അപ്പ് എനി മാറ്റർ വിച്ച് ഈസ് സബ് ജുഡീസ്. സബ് ജുഡീസ് എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ കൺസിഡറേഷനിലുള്ളത്. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് വരുന്നുണ്ട്, പൊളിറ്റിയുടെ ബേസിക് കൺസെപ്റ്റ്, വിച്ച് ഈസ് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ. ജുഡീഷ്യറി പറയുന്ന ഒരു കാര്യത്തിൽ ലെജിസ്ലേച്ചർ ഇടപെടേണ്ട കാര്യമില്ല ജുഡീഷ്യൽ പ്രോസസ്സിൽ. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആ ഒരു ബേസിക് കൺസെപ്റ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓക്കെ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ 3 വെച്ച് നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ട് ചെയ്യേണ്ട പോസിബിലിറ്റീസ് കൂടുതലാണ് ലോജിക്കലി. സോ നമുക്ക് അങ്ങനെ ഇത് ലോജിക്കൽ സോൾവിംഗ് എന്ന് പറഞ്ഞ ഒരു അസംഷൻ ബേസ്ഡ് ആണ്. സോ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുക്കാം. സോ വി ഗെറ്റ് ദ ആൻസർ വിച്ച് ഈസ് C 1 and 3. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. With reference to physical capital in Indian economy, consider the following pairs. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാനിപ്പോൾ എക്സാമിനേഷൻ ടൈമിൽ ഇരിക്കുവാണ്. വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റലിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. എനിക്ക് ഒരു ഐഡിയ ഇല്ല വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് വേർഡിൽ നിന്ന് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നോ നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു മേ ബി അത് ടെമ്പററി ആയിരിക്കും. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു കൈൻഡ് ഓഫ് പെർമനൻസ് കാണും, അതായത് ഒരു ലോങ് ടേം ആയിരിക്കും ഫിക്സഡ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ടെമ്പററി ആയിരിക്കും. ഈ ഒരു ഐഡിയ നമുക്ക് വേർഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ ബേസിസിൽ നമുക്ക് ഈ ഐറ്റംസുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഫാമേഴ്സ് പ്ലോ എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലേക്കാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? അല്ല, ഒരു ലോങ് ടേം പർപ്പസിനാണ് ഫാമേഴ്സ് പ്ലോ ഉള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയയിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് എടുത്തു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കമ്പ്യൂട്ടർ ഓഫ് കോഴ്സ് നമ്മൾ ലോങ് ടേമിലേക്കാണ് യൂസ് ചെയ്യുന്നത്, ഒരുപാട് നാൾ യൂസ് ചെയ്യുന്നതാണ്. സോ ലോങ് ടേം ആ ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ മാച്ച് ആയി പോകുന്നുണ്ട്, ഇറ്റ്സ് ഫൈൻ. തേർഡ് സ്റ്റേറ്റ്മെന്റ് യാൺ യൂസ്ഡ് ബൈ ദ വീവർ, ദാറ്റ് ഈസ് ഷോർട്ട് ടേം, അത് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഫിക്സഡ് ക്യാപിറ്റൽ എന്നുള്ളത് റോങ് ആണ്. ഫോർത്ത്, പെട്രോൾ വർക്കിംഗ് ക്യാപിറ്റൽ. പെട്രോൾ എന്നുള്ളതും വളരെ പെട്ടെന്ന് യൂസ്ഡ് അപ്പ് ആവുന്നതാണ്. സോ അത് ഷോർട്ട് ടേം ആണ്. സോ ഇവിടെ
ആൻസർ എന്താണ്? ബി only 2. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത്? നമുക്ക് ഒരു ഐഡിയ ഇല്ല, ബട്ട് സ്റ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിലും ഒരു ഷോർട്ട് ടേം ആണ്, ലോങ് ടേം ആണ് എന്ന് പറയുന്ന ആ വേർഡേ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ കാണിച്ചു തരാം, വിച്ച് ഈസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടേത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളൊരു ഡിഫറെന്റ് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ റാദർ നമ്മളിപ്പോ സ്റ്റേറ്റ്മെന്റിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ വേർഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കോർപ്പറേറ്റ് നമുക്കറിയാം, കോർപ്പറേറ്റിന്റെ എയിം എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്, ബിസിനസ് ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റൂൾസ്, അപ്പൊ അവരുടെ ബിയോണ്ട് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ഐഡിയ നമുക്ക് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും ഈ 3 വേർഡിനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. CSR rules specify that expenditures that benefit the company directly or its employees will not be considered as CSR activities. Okay. നമുക്ക് ഈ കോർപ്പറേറ്റിന്റെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കാം. അപ്പൊ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ഈ ഒരു റൂൾസിൽ ഇങ്ങനെ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനി മാക്സിമം എന്താണ് നോക്കുന്നത്? എന്തേലുമൊക്കെ അവരുടെ ടാക്സ് ഇവേഡ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. സോ ഈ ഒരു റൂൾസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഫണ്ട് എല്ലാം അവരുടെ ഓൺ ഗെയിനിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ചാൻസസ് കൂടുതലാണ്, മിസ്യൂസ് പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ആ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ ഓക്കെ ഫൈൻ ആണ്, കാരണം റൂൾസിൽ അങ്ങനെ ഒരു സ്പെസിഫിക് പ്രൊവിഷൻ കൊടുക്കുന്നത് ഓക്കെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, CSR റൂൾസ് ഡു നോട്ട് സ്പെസിഫൈ മിനിമം സ്പെൻഡിങ് ഓൺ CSR ആക്ടിവിറ്റീസ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഒരു കോർപ്പറേറ്റിന് നിങ്ങൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിനിമം നമ്മൾ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടില്ല. there are chances that അവർ ഓൾടുഗദർ അത് അവോയ്ഡ് ചെയ്യേണ്ട ചാൻസസ് ഉണ്ട്. സോ നമ്മളൊരു മിനിമം സ്പെൻഡിങ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഇത്ര പെർസെൻറ്റേജ് എങ്കിലും നിങ്ങളുടെ പ്രോഫിറ്റ് നിന്ന് വെൽഫെയറിന് വേണ്ടി മാറ്റി വെക്കണം. ദാറ്റ് ഈസ് മോർ ലോജിക്കൽ. കാരണം നമ്മൾ ഈ കോർപ്പറേറ്റ്സിനെ കുറച്ചുകൂടെ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന ആംഗിളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു സം കൈൻഡ് ഓഫ് ഡയറക്റ്റീവ് കൊടുക്കണം, നിങ്ങൾ ഒരു ഇത്ര മിനിമം ഇത്ര സ്പെൻഡ് ചെയ്യണമെന്നുള്ളത്. സോ ലോജിക്കലി നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഓൾടുഗദർ അത് അവോയ്ഡ് ചെയ്യും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ലോജിക്കലി നോക്കുമ്പോൾ പോസിബിലിറ്റി കുറവാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റൈറ്റ്. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കൽ സോൾവിംഗിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാക്ച്വൽ കണ്ടന്റ് അല്ല, നമ്മളെ കോമൺ സെൻസ് അപ്രോച്ച് ആണ്. എക്സാമിനേഷൻ ടൈമിൽ നമ്മൾ എത്രമാത്രം അറ്റന്റീവ് ആണ്, എത്രമാത്രം ക്ലൂസ് ഉണ്ട്, ക്ലൂസ് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ബേസിസിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോ ഈ ലോജിക്കൽ സോൾവിംഗ് ഇറ്റ് ഓൾസോ കംസ് വിത്ത് ലോട്ട്സ് ഓഫ് പ്രാക്ടീസ്. അതുപോലെ തന്നെ ദ വേ യു സ്റ്റഡി, നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ലോജിക്കലി കണക്ട് ചെയ്യുക, ഇന്റർ ലിങ്കേജസ് കൊണ്ടുവന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് സോൾവ് ചെയ്യുന്ന സമയത്തും കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിരിക്കും.